ചികിത്സാ പിഴവിൽ ആശുപത്രി അധികൃതർക്ക് മറുപടിയുണ്ടോ? കണ്ണൂർ പയ്യന്നൂർ ബേബി മെമ്മോറിയലിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ചതിൽ പ്രതിഷേധം ശക്തമാക്കാൻ കുടുംബം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിന്റെ മൃതദേഹവുമായി ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തും. മാനേജ്മെന്റിനെയും ഡോക്ടർമാരെയും പ്രതി ചേർക്കണമെന്നും കൊലപാതക കുറ്റത്തിന് കേസെടുക്കണം എന്നുമാണ് ആവശ്യം. 18,000 രൂപ നൽകിയാൽ മാത്രമേ ചികിത്സിക്കൂവെന്ന് ഡോക്ടർ പറഞ്ഞുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും രക്ഷിതാക്കൾ പരാതി നൽകി. 11:30 പയ്യന്നൂരെത്തുന്നു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പയ്യന്നൂരെത്തുന്നു. അവർ പെട്ടെന്ന് നഴ്സുമാർ വന്നിട്ട് പറഞ്ഞു, കുട്ടിക്ക് ഒരു വെള്ളമോ കാര്യമോ ഒന്നും കൊടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. 3:30 വരെ ഈ കുട്ടിക്കൊന്നും കൊടുക്കാനും പറ്റില്ല. കുട്ടി ഒരേ കരച്ചിലും ഇതായിട്ട് അവിടെ ഇരുന്നു. 3:30 അനസ്തേഷ്യയുടെ ഡോക്ടർ വരുന്നു. കുട്ടീനെ എടുത്തിട്ട് അമ്മ ഉള്ളിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഉള്ളിലേക്ക് കയറി മടിയിൽ കിടത്താൻ പറഞ്ഞു. മടിയിൽ കിടത്തിയ ഉടനെ തന്നെ കുട്ടീരെ അടുത്ത ഭാഗത്തെ കൈക്കാന്ന് പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ അങ്ങ് കൊടുത്തത്. ഇഞ്ചക്ഷൻ കൊടുത്ത ഉടനെ കുഞ്ഞി കണ്ണും മേലോട്ടാക്കിയിട്ട് ആ ബോധം ആ സമയത്ത് തന്നെ പോയിനി. പിന്നെ പറഞ്ഞാൽ കുട്ടിയുടെ താടിക്കാണെങ്കിൽ മുറി ഇപ്പം നമ്മൾ കാണുമ്പോൾ ഇവിടെ ഒരു മുറിയേ ഇല്ല. ഒരു ചെറിയൊരു സൂചിയുടെ മുറി മാത്രമാണ് താടിക്കുള്ളത്. ഇത്രയും ഈ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ അനാസ്ഥ ഉണ്ടായ വകയിൽ അതിന് വേണ്ടുന്ന നടപടിയും കാര്യങ്ങളെല്ലാം സ്വീകരിക്കാൻ വേണ്ടി എല്ലാ അധികൃതരോടും പറയണമെന്നാണ്. അനസ്തേഷ്യ നൽകിയതിലെ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ ദേവാൻഷ് ശൗര്യ ഇന്നലെയാണ് മരിച്ചത്. അന്വേഷിക്കാൻ DMOയ്ക്ക് ചുമതല നൽകിയെന്നും സിസ്റ്റത്തോടെ വിമുഖത കാണിക്കുന്നവരെ അതാത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും ആരോഗ്യമന്ത്രി പ്രതികരിച്ചു. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, അനാസ്ഥ അല്ലെങ്കിൽ സമയത്ത് ചികിത്സ നൽകിയില്ലെങ്കിൽ പലതരം ന്യായങ്ങൾ പറയാനുണ്ടാകും. പക്ഷേ 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മരണത്തിന് കാരണമാകുന്ന അനാസ്ഥ വെച്ചു പൊറിപ്പിക്കാൻ കഴിയാത്ത ഒന്നു തന്നെയാണ്. ബന്ധുക്കൾക്ക് വലിയ പരാതിയുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹവുമായി പ്രതിഷേധിക്കുമെന്നാണ് അവർ പറയുന്നത്. മാധു, തീർച്ചയായിട്ടും അതീവ ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവാണ് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് സംഭവിച്ചത് എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ കുടുംബം ആരോപണം ഉന്നയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ അനസ്തേഷ്യ ഡോക്ടറായിട്ടുള്ള അഞ്ജലി പൊതുവാളിനെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ കുടുംബം പറയുന്നത് ഇത് ഒരു ഡോക്ടറുടെ മാത്രം വിഷയമല്ല, അല്ലെങ്കിൽ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് മാത്രം വന്നിട്ടുള്ള പിഴവല്ല, മറിച്ച് അവിടെ അനസ്തേഷ്യ ഡോക്ടർക്ക് പുറമെ മറ്റ് വിഭാഗത്തിൽ പ്ലാസ്റ്റിക് സർജറിയുടെ ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്നെടുത്ത ഒരു തീരുമാനമാണ്. അത് കുടുംബത്തോട് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്താതെയാണ് അനസ്തേഷ്യ നൽകാനുള്ള തീരുമാനം ഉൾപ്പെടെ ഈ ഡോക്ടർമാരുടെ ഭാഗത്തും ആശുപത്രിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ഈ ചെറിയ ഒരു മുറിവ്, അതായത് കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ഒന്ന് വീണ് ഈ ചുണ്ടിനും അതുപോലെ തന്നെ കീഴ്ത്താടിയുടെ ഭാഗത്തുമാണ് മുറിവ് പറ്റിയിരുന്നത്. ആ മുറിവ് പറ്റിയതിന്റെ ഭാഗമായിട്ടാണ് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. ആ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞത് അനസ്തേഷ്യ നൽകി ചികിത്സിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുട്ടിയുടെ മുറിവ് ഇത്തരത്തിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കുട്ടിയെ പൂർണ്ണമായും അല്ലെങ്കിൽ അത്തരത്തിൽ അനസ്തേഷ്യ നൽകുക അല്ലാതെ മറ്റ് വഴിയില്ല എന്നുള്ളതാണ് ഈ രക്ഷിതാക്കളെ ഈ ഡോക്ടർമാർ ബോധ്യപ്പെടുത്തിയത്. അങ്ങനെയാണ് ഈ അനസ്തേഷ്യ നൽകാനുള്ള തീരുമാനമെടുക്കുന്നത്. ആ സമയത്ത് സ്വാഭാവികമായും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ അവിടെയുള്ള ബന്ധുക്കളെയും ഒക്കെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഡോക്ടർമാർ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും അതിനെതിർത്ത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാനുള്ള മാനസികാവസ്ഥയും ഒന്നും അവർക്കുണ്ടാവുകയില്ല. അപ്പോൾ ആ രീതിയിൽ അവർ അതിന്റെ നിയമപരമായിട്ടുള്ള പണം നൽകിയാൽ മാത്രമേ ചികിത്സ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നൊരു ആരോപണം കൂടിയുണ്ടല്ലോ. ശരിയാണ്, കുഞ്ഞുങ്ങളാണ്, സ്റ്റിച്ച് ഇടുക അടക്കമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് അതിനോട് അനുകൂലമായ നിലപാടുണ്ടാകില്ല, ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അപ്പോഴും മറ്റ് പല ആരോപണങ്ങളും ഉണ്ടല്ലോ അർജുൻ. മാധു, തീർച്ചയായും അത് തന്നെയാണ് പറയുന്നത്. അതായത് 18,000 രൂപ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തരേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു ആദ്യം തന്നെ. അതായത് ഈ അനസ്തേഷ്യ നൽകാനുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യമാണ് കുടുംബത്തോട് പറഞ്ഞത്. അല്ലെങ്കിൽ അനസ്തേഷ്യ നൽകിയാലുള്ള കോംപ്ലിക്കേഷനെ കുറിച്ച് ഈ കുടുംബത്തോട് പറഞ്ഞിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടിക്കുണ്ടാവുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി ഈ കുടുംബത്തെ ബോധ്യപ്പെടുത്തിയിരുന്നില്ല. കുട്ടി എന്ന് പറയുന്നത് ഒരു പ്രീ മെച്യൂർ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ശാരീരികമായിട്ടുള്ള പരിമിതികളെ പറ്റി ഈ കുടുംബത്തോട് കൃത്യമായ രീതിയിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നില്ല. ആദ്യം തന്നെ പറയുന്നത് പണമായിരുന്നു. 18,000 രൂപ തരണം എന്നുള്ളതാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് തന്നിട്ടുള്ള റിപ്ലൈ. പക്ഷേ ആ ഘട്ടത്തിൽ പണമല്ലല്ലോ ആ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ആ കുടുംബം പരിഗണിക്കുക. അങ്ങനെയാണ് ഇവർ ആ അനസ്തേഷ്യ നൽകാനുള്ള ആ ഫോമിനകത്ത്, ആ ഫോം തന്നെ എന്താണ് എന്നുള്ളത് കൃത്യമായി വായിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഡോക്ടർമാർ ആരും തന്നെ തങ്ങളോട് പറഞ്ഞിരുന്നില്ല.
പിന്നീട് ഇവർ ഈ സംഭവം ഉണ്ടായി അതിനുശേഷം കുട്ടി വെന്റിലേറ്ററിലായ സാഹചര്യത്തിൽ മറ്റ് പല ഡോക്ടർമാരോടും ചോദിക്കുമ്പോൾ ഈ കുടുംബത്തിന് ലഭ്യമായിട്ടുള്ള മറുപടി 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അനസ്തേഷ്യ നൽകുന്നത് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, അത് അസാധാരണമായ അല്ലെങ്കിൽ ഗുരുതരമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഒരു അനസ്തേഷ്യ നൽകി ചികിത്സിക്കുന്ന നടപടികളിലേക്ക് കടക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടിറങ്ങിയിട്ടുള്ള അവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നത് നൽകേണ്ടുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ബന്ധുക്കൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നില്ല എന്നതടക്കവും പ്രിമച്ചർ ബേബിയാണ് എന്ന കാര്യം ആശുപത്രി അറിയിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ വിശദീകരണം വേണ്ടതുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒന്ന് വീണ് ചുണ്ടുമുറിഞ്ഞൊരു കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് പോയാൽ എങ്ങനെ പൊറുക്കുമെന്നാണ് കുടുംബത്തിലുള്ളവർ. സ്വാഭാവികമായും വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നുമുണ്ട്. അർജുൻ കല്യാടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.